ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോളർ, ഗോൾഡ് ഓർ ബിറ്റ് കോയിൻ, ഇതിൽ ഏതാണ് ഏറ്റവും മികച്ച സ്റ്റോർ ഓഫ് വാല്യൂ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡോളർ എന്ന് പറയുന്നത് ഇപ്പം 1972 ഡോളറിനെ ഗോൾഡുമായിട്ടുള്ള കൺവേർട്ടബിലിറ്റി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഡോളർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ഫിയറ്റ് കറൻസിയാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ട്രസ്റ്റിൻ്റെ ബേസിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്, അല്ലാതെ ഗോൾഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസറ്റോ ഈക്വലായിട്ട് ബാക്ക് ചെയ്തിട്ടല്ല ഓരോ ഡോളറും പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഫിയറ്റ് കറൻസിയുടെ മറ്റൊരു മെയിൻ ആയിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഫിയറ്റ് കറൻസി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഇൻ സപ്ലൈ ആണ്. ഇപ്പം ഇന്ത്യൻ റുപ്പി ആയാലും അതുപോലെ തന്നെ ഡോളർ ആയാലും ഇനി മറ്റേതെങ്കിലും യൂറോ ആയാലും യെൻ ആയാലും ഒക്കെ തന്നെ ഇതൊക്കെ ഫിയറ്റ് കറൻസിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. പുതുതായിട്ടുള്ള മണി സപ്ലൈ വരുന്നതിനനുസരിച്ച് എക്സിസ്റ്റിംഗ് മണിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. പുതുതായിട്ട് മണി പ്രിൻറ്റ് ചെയ്ത് ഇറക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മണിയുടെ പർച്ചേസിങ് പവർ കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഡോളറിൻ്റെ ഒരു ചാർട്ട് എടുത്ത് നോക്കാം. നമുക്ക് പുതുതായിട്ട് ഇപ്പം ഒരു ഫസ്റ്റ് ഇയർ കേസ് എടുക്കുകയാണെങ്കിൽ, ഒരു ബേസ് ഇയർ ആയിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം 100 യൂണിറ്റ്സ് ഓഫ് സപ്ലൈ ആണ് ഡോളറിൻ്റെ ഉള്ളതെങ്കിൽ അതിൻ്റെ പർച്ചേസിങ് പവർ 100 തന്നെ അവിടെ നിലനിൽക്കും. കാരണം പുതുതായിട്ടുള്ള സപ്ലൈ ആ വർഷം ഇല്ലെങ്കിൽ. പക്ഷേ നേരെ മറിച്ച് എന്താണ് US ഡോളറിൻ്റെ കേസിൽ നടക്കുന്നത്, ഓരോ വർഷം കൂടുന്തോറും 8% പുതുതായിട്ടുള്ള M2 സപ്ലൈ, മണി സപ്ലൈ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചാർട്ട് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ യൂണിറ്റ്സ് ഓഫ് സപ്ലൈ ഡോളറിൻ്റെ അത് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക്കലി പുതുതായിട്ടുള്ള സപ്ലൈ കൂടുന്ന സമയത്ത് എക്കണോമിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മണിയുടെ പർച്ചേസിങ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഡോളറിലാണ് നിങ്ങൾ സേവ് ചെയ്യുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതുതായിട്ടുള്ള മണി പ്രിൻ്റ് ചെയ്യുന്നു, അതുവഴി നിങ്ങളുടെ മണി അത് ആ സമയത്ത് ഇൻഫ്ലേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ മണിയുടെ പർച്ചേസിങ് പവർ കുറഞ്ഞു വരും. നമ്മളിപ്പോൾ ഡോളറിൻ്റെ പർച്ചേസിങ് പവർ, ഒരു യൂണിറ്റ് ഓഫ് ഡോളറിൻ്റെ പർച്ചേസിങ് പവറിൻ്റെ ചാർട്ട് ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു 1920 മുതൽ 2020 വരെയുള്ള ചാർട്ട് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷം കൂടുന്തോറും ഡോളറിൻ്റെ പർച്ചേസിങ് പവർ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നമുക്ക് 1971 ഈ ഡോളറിൻ്റെ കൺവേർട്ടബിലിറ്റി ഒക്കെ എടുത്ത് കളഞ്ഞത് ഗോൾഡുമായിട്ടുള്ള. അതിനുശേഷമുള്ള ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഡ്രാസ്റ്റിക്കലായിട്ടുള്ള ഒരു ഡിക്രീസ് നമുക്ക് ഡോളറിൻ്റെ പർച്ചേസിങ് പവറിൽ കാണാൻ കഴിയും. ഡോളറിൻ്റെ പർച്ചേസിങ് പവർ തന്നെ ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ INRൻ്റെ കാര്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കറൻസി, വീക്കായിട്ടുള്ള കറൻസിയുടെ കാര്യം നമ്മളിവിടെ പറയേണ്ടതായിട്ടേ ഇല്ല. കാരണം അതിൻ്റെ ഡിക്രീസ് എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ എത്രയോ ഭീകരമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോങ് ടേമിലേക്ക് നിങ്ങളെ വെൽത്ത് ഹോൾഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു കറൻസിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ താഴോട്ട് വരും. അതുവഴി നിങ്ങൾക്ക് കൂടുതലായിട്ട്, ഇപ്പോൾ നമുക്കൊരു വീട് വെക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളൊരു കാറ് വാങ്ങുന്ന ആളാണെങ്കിൽ ഇതിനൊക്കെയുള്ള നിങ്ങളെ എക്സ്പെൻസ് എപ്പോഴും കൂടി വരിക എന്നല്ലാതെ നിങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള അസറ്റുകളാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ പർച്ചേസിങ് പവർ അത് പ്രൊട്ടക്റ്റ് ചെയ്യുകയോ ഇല്ല, നേരെ ഓപ്പോസിറ്റ് ചെയ്ത് ആണ് സംഭവിക്കുന്നത്. കാരണം ഓരോ വർഷവും പർച്ചേസിങ് പവർ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഗോൾഡിൻ്റെ കേസ് എടുക്കാം. ഗോൾഡിൻ്റെ കേസ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഗോൾഡ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ്ലി മാനേജ്ഡ് അല്ല. ഏതെങ്കിലും ഒരാളുകൾക്ക് വന്ന് ഇപ്പോൾ മണി പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിന്, സെൻട്രൽ ബാങ്കിന് കുറച്ച് മഷിയും കമ്മട്ടവും മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. പക്ഷേ ഗോൾഡിൻ്റെ കേസിൽ അങ്ങനെ സപ്ലൈ കൂട്ടാൻ ആരെങ്കിലും വിചാരിച്ചാൽ നടക്കില്ല. കാരണം അതിലൊരു വലിയ പ്രോസസ്സ് ഉണ്ട്. ഗോൾഡ് മൈൻ ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് ഒരുപാട് ഹ്യൂമൻ റിസോഴ്സൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പുതുതായിട്ടുള്ള ഗോൾഡ് സപ്ലൈ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഗോൾഡിൻ്റെ സപ്ലൈയേക്കാളും കൂടുതൽ പുതുതായിട്ടുള്ള സപ്ലൈ ഉണ്ടാക്കൽ എപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും ഗോൾഡിൻ്റെ സപ്ലൈ നമ്മൾ എത്രയും സ്കേഴ്സായ ഒരു അസറ്റാണ് ഗോൾഡ് എന്ന് നമ്മൾ പറയുമെങ്കിലും അത് ഒരിക്കലും നമുക്ക് എത്രത്തോളം ഗോൾഡ് നമുക്ക് അവൈലബിൾ ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം നാളെ മറ്റൊരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഗോൾഡിൻ്റെ വലിയ ശേഖരം നമുക്ക് കണ്ടെത്തിയേക്കാം, ഒരു പക്ഷേ കടലിൻ്റെ അടിയിൽ കണ്ടെത്തിയേക്കാം. അതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത്, മാക്സിമം സപ്ലൈ എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ ഓരോ വർഷം കൂടുന്തോറും ഗോൾഡിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് 2% നമുക്കിങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഗോൾഡിൻ്റെ സപ്ലൈ കൂടുമെങ്കിലും അതേ സമയത്ത് തന്നെ നമുക്ക് അവിടെ നമ്മുടെ ഇൻഫ്ലേഷൻ, മാർക്കറ്റിലുള്ള ഇൻഫ്ലേഷനും കൂടുന്നത് ഒരു 2% ഓരോ വർഷവും കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡിൽ നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പർച്ചേസിങ് പവർ വലിയ കോട്ടം ഇൻഫ്ലേഷനെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നല്ലാതെ നിങ്ങൾക്ക് അവിടെ യഥാർത്ഥത്തിലൊരു റിട്ടേൺ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ലോങ് ടേം ആയിട്ടുള്ള ഗോൾഡിൻ്റെ ചാർട്ടൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ അത് ഇൻഫ്ലേഷനെ പോലും ബീറ്റ് ചെയ്യുന്നില്ല. എങ്കിലും ആകെ നമ്മൾ കുറച്ചൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഡോളറിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ
കമ്പാരിറ്റീവ്ലി ഇത് നിങ്ങളെ ഒരു പർച്ചേസിങ് പവറിനെ ഇൻഫ്ലേഷൻ അഫക്റ്റ് ചെയ്യാതെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്നല്ലാതെ വലിയ രീതിയിലൊരു റിട്ടേൺ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു റിട്ടേണൊന്നും ഗോൾഡിൻ്റെ കേസിൽ നമുക്ക് എടുക്കാൻ സാധാരണഗതിയിൽ കഴിയാറില്ല. അതാണ് നമുക്ക് ഈ ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇൻഫ്ലേഷനെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നല്ലാതെ ഒരു റിട്ടേൺ, ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ ഒരിക്കലും ഗോൾഡിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഇനി നമുക്ക് ബിറ്റ്കോയിനിലേക്ക് വരാം. ബിറ്റ്കോയിനിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ബിറ്റ്കോയിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് 21 മില്യൺ എന്നുള്ളത് ഫിക്സഡ് ആണ്. ഒരിക്കലും അതിൻ്റെ സപ്ലൈ കൂട്ടാൻ പറ്റില്ല. ബാക്കിയുള്ള അസറ്റുകളൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നും ഇപ്പോൾ ഗോൾഡിൻ്റെ കേസാണെങ്കിൽ അവിടെ സപ്ലൈ ഫിക്സഡ് അല്ല. അതുപോലെ ഡോളറിൻ്റെ കേസിലും സപ്ലൈ ഫിക്സഡ് അല്ല. അതേ സമയത്ത് ബിറ്റ്കോയിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ സപ്ലൈ ഫിക്സഡ് ആണ്. 21 മില്യൺ എന്നുള്ളത് ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലോങ് ടേമിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ബിറ്റ്കോയിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ നിങ്ങളുടെ പർച്ചേസിങ് പവറിനെ, നിങ്ങൾ ബിറ്റ്കോയിനിലാണ് സേവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പർച്ചേസിങ് പവറിനെ അത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അങ്ങനെ കാണാൻ കഴിയും. കാരണം ഇവിടെ സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അപ്പോൾ നമുക്കറിയാം അവിടെയും ബേസിക് ആയിട്ടുള്ള എക്കണോമിക്സിൻ്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ ഫിക്സഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡിമാൻഡ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എപ്പോഴും ബിറ്റ്കോയിൻ നിങ്ങളുടെ പർച്ചേസിങ് പവറിനെ ഇൻക്രീസ് ആക്കി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബിറ്റ്കോയിൻ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. ഇനി ബിറ്റ്കോയിനെ നിങ്ങൾ മറ്റുള്ള അസറ്റുകളായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ചാർട്ട് ബിറ്റ്കോയിൻ അതുപോലെ ഗോൾഡിൻ്റെ 1 ounce ഓഫ് ഗോൾഡിൻ്റെ ചാർട്ട് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാൻ കഴിയും. ഇപ്പോൾ ആഗസ്റ്റ് 2011 നിങ്ങൾ 1 ounce ഓഫ് ഗോൾഡിന് 168 ബിറ്റ്കോയിൻ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് ഇന്ന് നിങ്ങൾ അതേ എമൗണ്ട് ഓഫ് 1 ounce ഓഫ് ഗോൾഡിന് നിങ്ങൾ കൊടുക്കേണ്ടത് വെറും 0.0374 ബിറ്റ്കോയിൻ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് വളരെ ഗോൾഡിനേക്കാൾ കൂടുതൽ സ്കേഴ്സ് ആയിട്ടുള്ള അസറ്റാണ്. ബിറ്റ്കോയിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അതുകൊണ്ടാണ് ഗോൾഡിനെ ബിറ്റ്കോയിൻ ഈ ഒരു രീതിയിൽ ഡീമോണിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഗോൾഡിൻ്റെ കേസ് മാത്രമല്ല, നിങ്ങൾ സേവ് ചെയ്യുന്നപ്പോൾ നിങ്ങൾ ബിറ്റ്കോയിനിൽ സേവ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചീപ്പായിക്കൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ ബാക്കിയുള്ള കമ്മോഡിറ്റീസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓയിലിൻ്റെ കേസ്, ഗോൾഡ്, അതുപോലെ നാച്ചുറൽ ഗ്യാസ്, അതുപോലെ വീറ്റ്, ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ തന്നെ നമ്മളിപ്പം ബിറ്റ്കോയിനിലാണ് നിങ്ങൾ സേവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റിലൊക്കെ നിങ്ങൾ ഇത്രയും ബിറ്റ്കോയിൻ കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട് ഈ ഒരു കമ്മോഡിറ്റിയൊക്കെ അച്ചീവ് ചെയ്യാൻ. പക്ഷേ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ലോങ് ടേം ഗ്രാഫ് നോക്കുന്ന സമയത്ത് ഗ്രാജുവലി നിങ്ങൾ ഈ ഒരു കമ്മോഡിറ്റിക്കൊക്കെ വേണ്ടി, ഈ കമ്മോഡിറ്റിയൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന എമൗണ്ട് ഓഫ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് കുറഞ്ഞ് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ബിറ്റ്കോയിൻ ഈ അസറ്റുകളെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു സുപ്പീരിയർ അസറ്റാണ്, അല്ലെങ്കിൽ അതിനൊരു മോർ സ്റ്റോർ ഓഫ് വാല്യൂ എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ അസറ്റിനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബിറ്റ്കോയിൻ അപ്രീഷിയേറ്റ് ആവുന്നതും ഈ അസറ്റുകളൊക്കെ തന്നെ ഡിപ്രീഷിയേറ്റ് ആവുന്നു. നമ്മളെപ്പോഴും നമ്മൾ ഹാർഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ വെൽത്ത് നമ്മളെപ്പോഴും സ്റ്റോർ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഹാർഡായിട്ടുള്ള കറൻസിയിലായിരിക്കണം, അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള അസറ്റിലായിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ പർച്ചേസിങ് പവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പർച്ചേസിങ് പവർ ഓരോ വർഷവും ചോർന്നു പോവുകയാണ് ചെയ്യുക. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഡോളറിനെ ആയാലൊക്കെ അല്ലെങ്കിൽ മറ്റ് ഫിയറ്റ് കറൻസികളൊക്കെ ഒരു ലീക്കിംഗ് എനർജി എന്ന് പറയുന്നത്. അവിടെ ഇൻഫ്ലേഷൻ ഉള്ളത് കൊണ്ട് ഓരോ വർഷവും കൂടുന്തോറും നിങ്ങളുടെ പർച്ചേസിങ് പവർ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ബിറ്റ്കോയിൻ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ വർഷവും കൂടുന്തോറും അതിൻ്റെ പർച്ചേസിങ് പവർ കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള അസറ്റുകളൊക്കെ തന്നെ, മറ്റുള്ള കമ്മോഡിറ്റികളൊക്കെ തന്നെ ഓരോ വർഷവും നിങ്ങൾക്ക് വളരെ ചീപ്പായി കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ബിറ്റ്കോയിൻ ഈ അസറ്റുകളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു സുപ്പീരിയർ അസറ്റാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അസറ്റിലായിരിക്കണം നിങ്ങളുടെ ലോങ് ടേം വെൽത്ത് അക്കുമുലേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്ത് സ്റ്റോറിങ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, നിങ്ങളുടെ ഫാമിലീസിൻ്റെ ഇടയിലൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ.